ഇതാണ് ഞാൻ 2016 വാങ്ങിയ എൻ്റെ ഫസ്റ്റ് റെഡ്മി നോട്ട് ഫോൺ, റെഡ്മി നോട്ട് 3. ഇതാണ് 10 പതിപ്പുകൾക്ക് ശേഷം ഷോമി കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ റെഡ്മി നോട്ട് 13. ഇത്തവണ 3 ഫോൺസും റെഡ് ബോക്സിലാണ് വന്നിരിക്കുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സിൽ ഫോൺ, ഡോക്യുമെന്റ്സ്, നല്ല ക്വാളിറ്റിയുള്ള ബ്ലാക്ക് TPU കേസ്, 33 വാട്ടിന്റെ ചാർജർ ആൻഡ് ടൈപ്പ് സി ചാർജിങ് കേബിൾ. സോ ഈ പ്രൈസ് സെഗ്മെന്റിലും ഇപ്പോൾ കമ്പനി ഇത്തരത്തിലുള്ള നല്ല ക്വാളിറ്റിയുള്ള TPU കേസ് തരുന്നുണ്ട്. നോർമലി ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഈ മഞ്ഞ പിത്തം ബാധിക്കുന്ന TPU കേസ് ആണ് കമ്പനികൾ തരുന്നത്. പക്ഷേ ഇതിന്റെ കൂടെ നല്ല ക്വാളിറ്റിയുള്ള നല്ല അത്യാവശ്യം നല്ല തിക്കായ TPU കേസ് തന്നിട്ടുണ്ട്. ദാറ്റ്സ് വെരി നൈസ്. ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കുന്ന കളർ വേരിയന്റ് ആണ് ആർട്ടിക് വൈറ്റ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിന്റെ ബാക്കിൽ നമ്മുടെ ഐസ് ഉണ്ടല്ലോ, ഐസിൽ കണ്ടുവരുന്ന ഈ ഒരു പാറ്റേൺ, ആ ഒരു ഡിസൈനിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. മറ്റ് 2 കളർ ഓപ്ഷൻസ് ആണ് ഈ ഒരു സ്റ്റെൽത്ത് ബ്ലാക്ക്, പിന്നെ ജിൽ എന്നിരിക്കുന്ന ഈ ഒരു പ്രിസം ഗോൾഡ് കളർ ഓപ്ഷൻ. നിങ്ങൾക്ക് ഭയങ്കര ഷൈനി ഐറ്റം ഒക്കെ ഇഷ്ടമാണെങ്കിൽ മിക്കവാറും ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, മറ്റ് ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. നല്ല സ്ലിം ആൻഡ് സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ്. 173 ഗ്രാം ആണ് വെയിറ്റ്, 7.6 mm ആണ് തിക്നെസ്. ഷോമി പറയുന്ന അനുസരിച്ച് അവർ ഇതുവരെ ഇറക്കിയിട്ടുള്ള റെഡ്മി നോട്ട് ഫോൺസിൽ ഏറ്റവും സ്ലിമ്മസ്റ്റ് ഫോൺ ആണ് റെഡ്മി നോട്ട് 13. ഈ ഫോണിന്റെ ബാക്ക് ആണെങ്കിലും ഫ്രെയിം ആണെങ്കിലും പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫ്ലാറ്റ് ഫ്രെയിം ആൻഡ് ബോക്സി ഡിസൈനിലാണ് വരുന്നത്. ഫോണിന്റെ മേളിൽ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, IR ബ്ലാസ്റ്റർ ആൻഡ് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്. റൈറ്റ് സൈഡിൽ വോളിയം റോക്കർ ഉണ്ട് വിത്ത് പവർ ബട്ടൺ. ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ. താഴെ നോക്കുകയാണെങ്കിൽ മൈക്ക്, ടൈപ്പ് സി USB പോർട്ട് ആൻഡ് ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ്. ഓക്കെ, പിന്നെ ഈ ഫോണിന്റെ എഡ്ജസിൽ ചെറിയ പൊടിക്കൊരു കർവ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. സോ നല്ല സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ഫോണാണ്. സോ ഈ ഫോണിന്റെ ബാക്ക് ഡിസൈൻ ആണെങ്കിലും ക്യാമറ മോഡ്യൂൾ ആണെങ്കിലും ഇതിന്റെ ക്യാമറ ലെൻസിന് ചുറ്റുമുള്ള ഈ മെറ്റാലിക് റിംഗ്, ഓവറോൾ നല്ലൊരു ക്ലീൻ പ്രീമിയം ലുക്കിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഫോണിന്റെ പ്രീമിയം ഫാക്ടർ കൂട്ടുന്ന മറ്റൊരു ഫീച്ചർ ആണ് ഇതിന്റെ ഡിസ്പ്ലേ. നോർമലി റെഡ്മി നോട്ട് സീരീസ് ഫോൺസിൽ നല്ല ക്വാളിറ്റിയുള്ള 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ വരാറുണ്ട്. ഇവിടെയും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ്, നോ ഡൗട്ട്. എന്നാൽ ഇത്തവണ എന്നെ സർപ്രൈസ് ചെയ്തത് ഇതിന്റെ ബെസൽസ് ആണ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇത്രയും സ്ലിം ബെസൽസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആക്ച്വലി ഇതിന് മുന്നേ വന്ന റെഡ്മി നോട്ട് 12 5G ഉണ്ടല്ലോ, അതിലും അത്യാവശ്യം ചിന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫോണിൽ ചുറ്റുമുള്ള ബെസൽസ്, ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം എല്ലാം ഓൾമോസ്റ്റ് ഈക്വൽ ആൻഡ് സ്ലിം യൂണിഫോം സൈസിലാണ് വരുന്നത്. സോ ഗുഡ് ജോബ് ഷവമി. പിന്നെ 1000 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആയതുകൊണ്ട് ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ ഓക്കെയാണ്, നോ ഇഷ്യൂസ്. അതിനോടൊപ്പം തന്നെ ലോ ബ്രൈറ്റ്നസിൽ ഫ്ലിക്കറിംഗ് കുറയ്ക്കാൻ വേണ്ടി 1920 Hzന്റെ PWM ഡിമ്മിങ്ങിന്റെ ഫീച്ചറും ഈ ഫോണിൽ വരുന്നുണ്ട്. അതുകൂടാതെ ഇതിന്റെ ഡിസ്പ്ലേക്ക് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ നോ ഡൗട്ട് നല്ലൊരു പ്രീമിയം ലെവൽ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. എന്നാൽ സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ രണ്ടും വരുന്നുണ്ട്. ചില ഫോൺസിൽ സിംഗിൾ സ്പീക്കർ ആയിരിക്കും, ചില ഫോൺസിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ ആയിരിക്കും. സ്പീക്കറുടെ പെർഫോമൻസ് നല്ലതാണ്, ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് സ്റ്റീരിയോ സ്പീക്കർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഇത് കിട്ടൂല. ഓക്കെ, 5000 mAhന്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ബോക്സിൽ 33 വാട്ടിന്റെ ചാർജർ ഒക്കെ വരുന്നുണ്ട്. സോ ബാറ്ററി ആണെങ്കിലും ചാർജ് ആണെങ്കിലും ഓക്കെയാണ്. ബാറ്ററി ബാക്കപ്പ് ഒക്കെ അത്യാവശ്യം നിൽക്കുന്നുണ്ട്. 1 day ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഈസിലി കിട്ടും. സോ ആ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഇഷ്യൂ ഒന്ന് ഫേസ് ചെയ്യാൻ പോകുന്നില്ല. MediaTekന്റെ Dimensity 6080 5G ചിപ്സെറ്റ് ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ റെഡ്മി നോട്ട് 13 വരുന്ന പ്രൈസ് റേഞ്ച് ഉണ്ടല്ലോ, ആ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഓക്കെ ചിപ്സെറ്റ് ആണ്. ഞാനൊരു കാര്യം എന്തായാലും എടുത്ത് പറയാം, ഈ ഫോൺ ഒരു ഗെയിമിംഗ് ഫോൺ അല്ല. സോ നിങ്ങൾ പ്യുവർ ഗെയിമിംഗ്, ഭയങ്കര BGMI ഗെയിമിങ്ങിന് വേണ്ടി ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഫോണല്ല. എന്നാൽ BGMI കളിക്കാൻ പറ്റും. 40 FPS അൺലോക്ഡ് ആയി കിട്ടുന്നുണ്ട്. ഗെയിം പ്ലേ എക്സ്പീരിയൻസും ഡീസെന്റ് ആണ്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. സോ നോർമൽ യൂസ് ഉണ്ടല്ലോ, അതായത് യൂട്യൂബ്, വാട്സാപ്പ്, ഫോൺ കോളിംഗ്, പിന്നെ നമ്മൾ OTT പ്ലാറ്റ്ഫോംസിൽ TV ഷോയും മൂവീസ് ഒക്കെ കാണാറുണ്ടല്ലോ. ഗെയിമിംഗ് ഫോൺ അല്ല എങ്കിലും ഒരു പരിധി വരെ ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നോർമൽ യൂസിൽ നിങ്ങൾ യാതൊരു ഇഷ്യൂ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. പ്ലസ് ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്ന 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ടല്ലോ, അതൊക്കെ നല്ലോണം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഒരു സ്മൂത്ത്നെസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ കിട്ടും. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് ഉള്ളത്, നല്ലോണം വർക്ക് ആവുന്നുണ്ട്, വലിയ ഇഷ്യൂ ഒന്നുമില്ല, നല്ല ഫാസ്റ്റ് ആണ്. IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ച് TV, AC കൺട്രോൾ ചെയ്യാൻ പറ്റും. 5G സ്പീഡ് ആണെങ്കിലും നെറ്റ്വർക്ക് ആണെങ്കിലും അതിന്റെ പെർഫോമൻസ്, കോൾ ക്വാളിറ്റി, കോൾ പെർഫോമൻസ് ഒക്കെ നല്ലതാണ്. അവിടെ ഒന്നും ഇഷ്യൂ ഇല്ല. ഓക്കെ, പിന്നെ ഈ ഫോണിൽ ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 ആണ് വരുന്നത്. തീർച്ചയായിട്ടും Android 14 കൊടുക്കേണ്ടതായിരുന്നു, കാരണം ഇപ്പം 2024 ആയി. പക്ഷേ ഷവമി പറയുന്ന അനുസരിച്ച് അവരുടെ വരാൻ പോകുന്ന ഹൈപ്പർ OS ഉണ്ടല്ലോ, Android 14 ബേസ്ഡ് ഹൈപ്പർ OS, ആ ഹൈപ്പർ OS ഉടൻ തന്നെ ഈ റെഡ്മി നോട്ട് സീരീസിലുള്ള ഫോൺസിൽ വരും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അത് വന്നതിന് ശേഷം ഞാൻ ആ ഹൈപ്പർ OSന്റെ പുതിയ ഫീച്ചേഴ്സ് ഒക്കെ മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഈ ഫോൺ ഫസ്റ്റ് ടൈം സെറ്റപ്പ് ചെയ്യുമ്പോൾ കുറെ പ്രീ ഇൻസ്റ്റാൾഡ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉണ്ടാവും, എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഇത്തവണ 108 മെഗാപിക്സലിലെ ക്യാമറയാണ് തന്നിരിക്കുന്നത്. പിന്നെ അൾട്രാവൈഡ് ക്യാമറ ഷവമി എടുത്ത് മാറ്റിയിട്ടില്ല. കാരണം ഇപ്പോൾ ഒരു പുതിയ പ്രവണതയുണ്ട്, ഈ പ്രൈസിൽ വരുന്ന 5G ഫോൺസിൽ നിന്ന് കമ്പനികൾ നൈസായിട്ട് അൾട്രാവൈഡ് ക്യാമറ അമക്കുന്നുണ്ട്. ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, 8 മെഗാപിക്സൽ അൾട്രാവൈഡ് ക്യാമറയാണ്, പ്ലസ് 2 മെഗാപിക്സലിന്റെ മാക്രോ. സോ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. ഫോണിന്റെ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് തന്നിരിക്കുന്നത്. ക്യാമറ
ക്യാമറ പെർഫോമൻസ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഗുഡ്, നല്ല ക്യാമറ പെർഫോമൻസ് ആണ്. അതായത് ഈ ഫോണിന്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ക്യാമറയിൽ നിന്ന് എനിക്ക് വലിയ കംപ്ലയിൻസ് ഒന്നുമില്ല. ഫോട്ടോസിൽ അത്യാവശ്യം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സ്കിൻ ടോണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. യെസ്, ചെറിയ രീതിയിലുള്ള സ്കിൻ സ്മൂത്തനിങ് അവിടെ നടക്കുന്നുണ്ട്. സെൽഫി ക്യാമറ ആണെങ്കിലും മെയിൻ ക്യാമറ ആണെങ്കിലും ആ സംഭവം ഉണ്ട്. പക്ഷേ ഈവൻ പോർട്രേറ്റ് ഫോട്ടോസ് ആണെങ്കിലും ബാക്കിലുള്ള ബ്ലർ ആണെങ്കിലും എഡ്ജ് ഡിറ്റക്ഷൻ ആണെങ്കിലും ഈ ഫോണിന്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത് ഡീസൻ്റ് ആണ്. എനിക്ക് അങ്ങനെ വലിയ കംപ്ലയിൻസ് ഒന്നും തോന്നിയില്ല. പിന്നെ ഇതിന്റെ മെയിൻ ക്യാമറ വെച്ച് നമുക്ക് ഇങ്ങനെ 1x 2x and 3x സൂം ചെയ്യാൻ പറ്റും. സോ ഇതാണ് 1x 2x and 3x. സോ അത്യാവശ്യം ഡീസൻറ്റ് ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്. യെസ്, 3x വരുമ്പോൾ ചെറിയൊരു സോഫ്റ്റ്നെസ് കയറി വരും. പിന്നെ മെയിൻ ക്യാമറ ആൻഡ് ഫ്രണ്ട് ക്യാമറ, ഈ രണ്ട് ക്യാമറകൾ വെച്ച് എടുക്കുന്ന വീഡിയോസിൽ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം, എന്താ കണ്ടു നോക്കുക. സോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു 1080p 30 fps വീഡിയോ ഞാനിപ്പോൾ റെഡ്മി നോട്ട് 13ൻ്റെ 16 മെഗാപിക്സൽ സെൽഫി ക്യാമറ ഉപയോഗിച്ചാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നല്ലൊരു ക്യാമറ പെർഫോമൻസ് ആണ്. പ്രത്യേകിച്ചും ഈ ഫോണിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ, ആ പ്രൈസ് റേഞ്ച് മനസ്സിൽ വെച്ച് നോക്കുമ്പോൾ വലിയ ഇഷ്യൂ ഇല്ല. ഞാൻ നടന്ന് കാണിച്ചു തരാം. സോ അത്യാവശ്യം സ്റ്റെബിലൈസേഷൻ ഉണ്ട്. സോ എൻ്റെ ഫേസ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും വലിയ കുലുക്കമൊന്നുമില്ല. സോ ഈ പ്രൈസിലും ഷവോമി ഇതിൻ്റെ സെൽഫി ക്യാമറയിൽ സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് വെരി നൈസ്. സോ റെഡ്മി നോട്ട് 13ൻ്റെ 108 മെഗാപിക്സൽ ക്യാമറ വെച്ച് എടുത്തുകൊണ്ടിരിക്കുന്ന 1080p 30 fps വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ എങ്ങനെയുണ്ട് ക്വാളിറ്റി താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. പിന്നെ ഇതിൽ ഷവോമി സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫാസ്റ്റായിട്ട് നടന്ന് കാണിച്ചു തരാം. സോ ഞാനും എൻ്റെ ഫിഗറും പിന്നെ ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ട് രണ്ടും സ്റ്റേബിൾ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഈ ഫോണിൻ്റെ 6GB 128GB പ്രൈസാണ് 17,999 രൂപ. സോ നിങ്ങളുടെ സ്റ്റോറേജ് ആവശ്യം 128GB ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് 128GB സ്റ്റോറേജ് മതിയെങ്കിൽ ബേസ് വേരിയൻ്റ് വാങ്ങിച്ചാൽ മതി. ഓക്കെ, അതിൻ്റെ പ്രൈസ് 17,999 ആണ്. പിന്നെ 3 മോഡൽസിൻ്റെ കൂടെ ഈ ഓഫറൊക്കെ വരുന്നുണ്ട്. അതായത് ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ 1000 രൂപീസിൻ്റെ ഓഫ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ബേസ് വേരിയൻ്റ് 16,999 കിട്ടും. ആ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഓൾറൗണ്ട് പാക്കേജ് ആണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഗെയിമിംഗ് ഫോൺ അല്ല കേട്ടോ. ഗെയിമിംഗ് ചെയ്യാൻ പറ്റും, പക്ഷേ ഗെയിമിംഗ് അല്ലെങ്കിൽ പെർഫോമൻസിന് പക്കാ പെർഫോമൻസിന് വേണ്ടിയുള്ള ഫോണല്ല. പക്ഷേ ഒരു ഓൾറൗണ്ട് പാക്കേജ് ആണ്. നല്ലൊരു ലുക്ക്, നല്ല ഡിസൈൻ ഉണ്ട്, നല്ല കിടിലൻ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്, നല്ല സ്ലിം ബെസൽസുള്ള ഡിസ്പ്ലേ ഉണ്ട്. ചിപ്സെറ്റും നമ്മുടെ നോർമൽ യൂസിന് വേണ്ടി ഓക്കെ ആണ്. ഗുഡ് ക്യാമറ പെർഫോമൻസ്, ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോർമൽ യൂസിന് വേണ്ടി ഒരു ഓൾറൗണ്ട് പെർഫോമർ അല്ലെങ്കിൽ ഓൾറൗണ്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു ഫോണാണ് ഈ റെഡ്മി നോട്ട് 13. ഇനി നിങ്ങൾക്ക് ഈ റെഡ്മി നോട്ട് 13ൻ്റെ ഏറ്റവും ടോപ്പ് മോഡലായ റെഡ്മി നോട്ട് 13 Pro Plusൻ്റെ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദയവായി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.